ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. മക്കളെ, കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് മാർക്ക് വാങ്ങിയാലോ? ഒരുപാട് മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 20 മാർക്സ് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് എക്സാമിന് നമുക്കറിയാം ഓൾറെഡി എസ്സേസും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നുണ്ട്. എസ്സേ ഒക്കെ നമ്മൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ തന്നെ നമുക്ക് അവിടെ 8 മാർക്ക് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഒരു എസ്സേ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഈ വീഡിയോയുടെ എൻഡിൽ മിസ് പറഞ്ഞു തരാം. ഇപ്പൊ മിസ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ദ ഫോളോവിങ് എന്ന് പറയുന്നത് എന്റെ മക്കൾക്കറിയാം. ഇപ്പൊ സ്ക്രീനിൽ മാച്ച് ദ ഫോളോവിങ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? അപ്പൊ ഇത് കറക്റ്റ് ആക്കിയാൽ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്? 1 2 3 4 4 മാച്ച് ആയി കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ 4 മാച്ച് ആയി കൊടുത്താൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാ നമുക്ക് മാർക്ക്. ആദ്യം നമ്മളോട് ചോദിക്കുന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് പാർട്ടിയുടേത് ആരാണ്? സെയിം കളർ ഹൈലൈറ്റർ കൊടുക്കാം എന്നാൽ എന്റെ മക്കൾക്ക് വേഗം മനസ്സിലാവും. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആരാണ് മക്കളെ? ആചാര്യ നരേന്ദ്രദേവാണ്. ആരാണ്? ആചാര്യ നരേന്ദ്രദേവാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വ്യക്തി. ദെൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കറിയാം എന്താണ്? AK ഗോപാലനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രീൻ കളർ സ്യൂട്ട് ചെയ്യാം. യെസ്, ഗ്രീൻ കളർ കാണുന്നില്ലേ? ഗ്രീൻ കളർ കാണുന്നില്ല എന്റെ മക്കളെ? കാണുന്നില്ലേടാ? ഓക്കെ. ഇനി അടുത്തത് ഭാരതീയ ജനസംഘിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനസംഘ് ആരുടേതാണ്? അപ്പൊ നമുക്ക് വേറൊരു കളർ ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്ലൂ ചൂസ് ചെയ്തേ. ഭാരതീയ ജനസംഘ് ആരുടേതാണ് മക്കളെ? യെസ്, ഭാരതീയ ജനസംഘ് നമ്മുടെ ദീൻ ദയാൽ ഉപാധ്യായ. പിന്നെ റിമൈനി നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സ്വതന്ത്ര പാർട്ടി ശ്രീ രാജഗോപാലാചാരി. അങ്ങനെ ആലോചിക്കരുത്, പഠിക്കുക തന്നെ വേണം കേട്ടോ. കാരണം ഇതല്ലാതെ വേറൊരു ഓപ്ഷൻസ് ആയിട്ട് മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മാച്ച് ദ ഫോളോവിംഗിൽ നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? യെസ്, 4 മാർക്സ് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ സ്കോർ ചെയ്തു. 4 മാർക്സ് നമുക്ക് ഇവിടെ കിട്ടില്ലേ? 4 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെയും മിസ് ഒരു മാച്ച് ദ ഫോളോവിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാച്ച് ദ ഫോളോവിംഗിന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പം എന്ത് ചെയ്യാ? മാച്ച് ദ ഫോളോവിംഗ് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാ? കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. ഇവിടെ നോക്കിക്കേടാ, ഷെയ്ഖ് അബ്ദുള്ള ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത്? ഏതുമായിട്ടാണ് ഷെയ്ഖ് അബ്ദുള്ള ബന്ധപ്പെട്ടിട്ടുള്ളത്? നമുക്ക് നോക്കാം. ഷെയ്ഖ് അബ്ദുള്ള റിലേറ്റഡ് ടു നാഷണൽ കോൺഫറൻസ് ആണ്. എന്താണ്? നാഷണൽ കോൺഫറൻസുമായിട്ട് കണക്ഷൻ. ദെൻ EV രാമസ്വാമി ആരാണ്? EV രാമസ്വാമി നമ്മുടെ ദ്രാവിഡിയാർ കഴകമാണ്. EV രാമസ്വാമി ദ്രാവിഡിയാർ കഴകമാണ്. ദെൻ ഇന്ദിരാഗാന്ധി ഏതാണ്? ഇന്ദിരാഗാന്ധി ഏതാ മക്കളെ വരിക? നമുക്കറിയാം ഏതാണ്? യെസ്, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണ്. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറഞ്ഞു പഠിക്കരുത്. ഏതാണ്? ലാൽഡങ് ഏതാണ്? മിസോ നാഷണൽ ഫ്രണ്ട്. അപ്പൊ നമ്മൾ ഇവിടെയും എന്തു ചെയ്തു? 4 മാർക്സ് നമ്മൾ എന്തു ചെയ്തു? കളക്ട് ചെയ്തു. യെസ്, 4 മാർക്സ് നമ്മൾ വാങ്ങില്ലേ? വാങ്ങി. അപ്പൊ ചിലപ്പോ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്നിലധികം മാത്സ് ഫോളോയും വരും. സോ ഈസി ആയിട്ട് 8 മാർക്സ് നമുക്ക് എന്താ ഇവിടെ വാങ്ങാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ എക്സ്പാൻഷൻ പറയാൻ പോവാണടാ. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുത്താൽ 2 മാർക്സ് നമുക്ക് ഇവിടെ കിട്ടി. CTBT എന്താണ്? CTBT എന്ന് പറയുന്നത് എന്താ? അത് നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. CTBT എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ്, നമ്മുടെ കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി അല്ലേ? കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? CTBT എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാറ്റോ എന്തായിരുന്നു? നാറ്റോ എന്ന് പറയുന്നത് എന്താ? നമുക്കൊന്ന് മാർക്ക് ചെയ്താലോ? നാറ്റോ എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി മാത്രാണോ? അവിടെ ഒരു ഓ ഇല്ലേ? ഓ എന്താണ്? ഓർഗനൈസേഷൻ. എന്താണ്? ഓർഗനൈസേഷൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതും നമ്മൾ മാർക്ക് ചെയ്തു. സോ ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 2 മാർക്സ് നമുക്ക് അവിടെ കിട്ടി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണെടാ. ഐഡന്റിഫൈ ദ ലീഡർ ഹു റേസ് ദ ഫോളോവിംഗ് സ്ലോഗൻസ്. ഈ സ്ലോഗൻസ് പറഞ്ഞിട്ടുള്ള ആരൊക്കെയാ? ജയ് ജവാൻ ജയ് കിസാൻ, അതേപോലെ തന്നെ ഗരീബി ഹറ്റാവോ. ജയ് ജവാൻ ജയ് കിസാൻ ആരായിരുന്നു? നമ്മുടെ ലാൽ ബഹദൂർ
ശാസ്ത്രി, ലാൽ ബഹദൂർ ശാസ്ത്രി ആണ് അല്ലെ. ഗരീബി ഹത്താവോ എന്ന് പറഞ്ഞതോ നമ്മുടെ ഇന്ദിരാഗാന്ധി. ആരാണ്? നമ്മുടെ ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇവിടെ കുറച്ച് സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എവിടേക്കാണ് നടന്നത് നോക്കാം. ചിപ്കോ മൂവ്മെന്റ് മഹാരാഷ്ട്രയിലാണോ, ഉത്തർപ്രദേശിലാണോ, ഉത്തരാഖണ്ഡിലാണോ, ആന്ധ്രാപ്രദേശിലാണോ? നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പൊ മിസ് ഇവിടെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കട്ടോ. യെസ്, ചിപ്കോ മൂവ്മെന്റ് എവിടെയാണ് നടന്നത്? നമ്മുടെ ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ മൂവ്മെന്റ് നടന്നത്. എവിടെയാണ് ചിപ്കോ മൂവ്മെന്റ് നടക്കുന്നത്? ഉത്തരാഖണ്ഡിലാണ് ചിപ്കോ മൂവ്മെന്റ് നടക്കുന്നത്. ദെൻ ആന്റി അറാക്ക് മൂവ്മെന്റ് എവിടെയാണ് നടക്കുന്നത്? എവിടെയായിരുന്നു? നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ആന്റി അറാക്ക് മൂവ്മെന്റ് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് നടക്കുന്നത്. ദെൻ ഭാരതീയ കിസാൻ യൂണിയനോ? ഭാരതീയ കിസാൻ യൂണിയനോ അതെവിടെയാണ് നടക്കുന്നത്? ഭാരതീയ കിസാൻ യൂണിയൻ പറഞ്ഞേ BKU നമ്മൾ വിളിക്കും. എവിടെയാണ്? നമ്മുടെ ഉത്തർപ്രദേശിലാണ് ഭാരതീയ കിസാൻ യൂണിയൻ ഉണ്ടായിരുന്നത് അല്ലേ. ദെൻ ഫൈനൽ വൺ, ദളിത് ബാന്ധേഴ്സോ മഹാരാഷ്ട്ര. അപ്പൊ നമ്മൾ എന്തു ചെയ്തു? ഓരോന്ന് എവിടെയൊക്കെ ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് ഏതൊക്കെ സ്റ്റേറ്റിലാണ് നടന്നത് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? സ്കോർ ചെയ്തു അല്ലെ. അപ്പൊ ചുരുങ്ങിയ സമയം കൊണ്ട് എന്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്റെ എല്ലാ മക്കൾക്കും ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ് മിസ് തരിക കേട്ടോ. അപ്പൊ തരികയെന്നല്ല, എല്ലാവർക്കും ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ എക്സാമും കാര്യങ്ങളും എഴുതുക. അതേപോലെ തന്നെ എസ് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ എപ്പോഴും എസ് എഴുതുന്ന സമയത്ത് പാരഗ്രാഫ് ആയിട്ട് എസ് എഴുതാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ വലിച്ചു വാരി എഴുതാതെ ഓരോ പാരഗ്രാഫ് എഴുതാം. അതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട വെച്ചാൽ എസ്സേയിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പിക് തരും, അത് ഹെഡ്ലൈൻ ആയിട്ട് കൊടുക്കാം. അതിൻ്റെതായ നമ്മൾ എന്ത് ചെയ്യാം? ബുള്ളറ്റിനിട്ട് ഓരോ പോയിന്റ് കൊടുത്തിട്ട് എന്താണ് നമ്മൾ എഴുതാൻ പോകുന്നതിലെ ഒരു ഹെഡിങ് നമ്മൾ അവിടെ ഫ്രെയിം ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു വിചാരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമുക്കുള്ളത് ഓൾറെഡി അറിയാലോ. അപ്പൊ നമ്മൾ ആദ്യം ഹെഡിങ് ഒക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണോ റിലേറ്റഡ് ടു എസ് ആ ഹെഡിങ് കൊടുക്കുക. അതിന്റെ താഴെ ചെയ്താൽ നമുക്ക് എന്താണ് മെയിൻലി 6 kinds ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. പോയിന്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ചെയ്ത റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അങ്ങനെയുള്ള അവകാശങ്ങൾ 6 ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക? ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്നിട്ട് ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം റൈറ്റ് ടു ഇക്വാലിറ്റി എടുക്കുക, അത് മെയിൻ ഹെഡിങ് ആകാത്ത സൈഡ് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് റൈറ്റ് ടു ഇക്വാലിറ്റിനെ കുറിച്ച് ചെയ്ത നെക്സ്റ്റ് പാരഗ്രാഫ് എന്താവണം? നെക്സ്റ്റ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം അതിനെ കുറിച്ച് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് എന്താണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ദെൻ റൈറ്റ് ടു റിലീജിയൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ അവിടെ റൈറ്റ് ടു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, അതൊക്കെ അങ്ങനെ 6 റൈറ്റ്സും അവിടെ എഴുതിയിട്ട് ഒരു കൺക്ലൂഷനും കൊടുക്കുക. അപ്പൊ കൃത്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നിവ എന്തിൽ കൊടുക്കണം? 8 മാർക്സിന്റെ ക്വസ്റ്റിന് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് A+ തന്നെ നമ്മളെ പൊളിറ്റിക്കൽ സയൻസിൽ വാങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സെക്ഷൻ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.